പക്ഷേ എവിടെയാണെന്ന് പോലും അറിയാത്ത മറ്റൊരാൾ ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ. വെട്ടിമുറിച്ചിട്ടാലും മുറി കൂടി ജീവൻ വെച്ച് വരുന്ന ഒരുത്തി, അർച്ചന. ഓരോ രാത്രികളിലും ഇപ്പോഴും അവൾ എന്റെ ഉറക്കം കെടുത്താറുണ്ട്. എവിടെയോ അവൾ മറഞ്ഞിരിക്കുന്നുണ്ടെന്നൊരു തോന്നൽ. ഇല്ല മാഡം, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അർച്ചന എന്നെ തിരിച്ചു വരുമായിരുന്നു. എവിടെയെങ്കിലും പോയി തീർന്നു കാണും. അത് ഉറപ്പുവരുത്തണം. ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് എനിക്കെതിരെ ഒരു നീക്കം ഉണ്ടായ അത് മുളയിലേ നുള്ളണം. എന്തായാലും പാറമടയിലെ സംഭവങ്ങളൊന്ന് അന്വേഷിക്കും. എന്നിട്ട് എത്രയും വേഗം കാര്യങ്ങൾ എന്താണെന്ന് എന്നെ അറിയിക്കണം. ശരി മാഡം. മോളെ, അമ്മ ഏതോ അർജന്റ് ജോലിയില്ല, ആരെ ശല്യപ്പെടുത്തല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആന്റി മോൾക്ക് പാല് കാച്ചി തരക്കട്ടെ? മോളെ നിക്ക്. മോളെ പാല് കുടിച്ചിട്ട് പോ. മോളെ, അമ്മ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യല്ലേ? അമ്മ ജോലി ചെയ്യുന്ന കണ്ടില്ലേ? അമ്മ വന്നേ. അമ്മ കുറച്ചു കഴിഞ്ഞ് വരാം. അത് പറ്റില്ല, ഇപ്പൊ തന്നെ വരണം. ജെനി. മാഡം, മാഡം, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വന്നാൽ ഉടനെ തന്നെ മോക്ക് വേണ്ടത് കൊടുക്കണമെന്ന്. ഒരു കാര്യം പറഞ്ഞ ഉത്തരവാദിത്തം കാണിക്കണം. ഞാൻ പറഞ്ഞതാ മാഡം, പക്ഷേ മോള് കേട്ടില്ല. മോള് ചെല്ല്, അമ്മ വന്നോളാം. ഇല്ല, ഞാൻ പോവില്ല. വാ മോളെ, വാ. മോൾക്കേ നൂഡിൽസ് ഉണ്ടാക്കി തരട്ടെ? അല്ല, അമ്മയുടെ കണ്ണട പൊട്ടിയിട്ട് ഇതുവരെ തിരിച്ചു വാങ്ങിക്കൊണ്ടുവന്നില്ലല്ലോ. കണ്ണാടി ഇല്ലാത്തതിന്റെ ഒരു മൂടാപ്പ് കുറച്ചു ദിവസമായിട്ട് അമ്മയുടെ കണ്ണിലുണ്ട്. ചില കാര്യങ്ങൾക്കൊന്നും വ്യക്തതയില്ല. ശരിയാ, കാണുന്ന കാഴ്ചകൾക്കൊന്നും വ്യക്തതയില്ലായിരിക്കും. പക്ഷെ എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ കേട്ടത് എന്റെ മോളുടെ ശബ്ദം തന്നെയാ. അതിനെനിക്ക് കണ്ണട വേണ്ടല്ലോ. എന്റെ ഉള്ളിൽ നിന്ന് അവളുടെ ശബ്ദം പോകുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അത് അവള് തന്നെയാ, അവള് തന്നെയാ. ഞാൻ മുഖം കഴുകിയിട്ട് ഒന്നുകൂടി നോക്കിയപ്പോ കണ്ണിലെ മൂടാപ്പ് മാറി ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. അവളൊരു കാറിലോട്ട് ഇങ്ങനെ കേറിപ്പോകുന്നു. സത്യാണോ ആന്റി പറയുന്നത്? ആ സത്യം. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഏട്ടത്തി ഈ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി നമ്മളെ കാണാതെ പോവോ? അത്ര പെട്ടെന്ന് നമ്മളെയൊക്കെ മറക്കാൻ പറ്റുമോ അർച്ചനടത്തേക്ക്? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സച്ചേട്ടന്റെ കാര്യം പോട്ടെ, അവര് തമ്മിൽ പിണങ്ങി പിരിഞ്ഞതാണെന്ന് പറയാം. പക്ഷെ സ്വന്തം അമ്മയോട് സഹോദരങ്ങളോടും ഒക്കെ ഏട്ടത്തി പിണങ്ങി പിരിഞ്ഞിട്ടില്ലല്ലോ. അത് മാത്രമല്ല, താഴെ വീണുപോയ സഞ്ചിയും പച്ചക്കറിയും അർച്ചനേടത്തി തന്നെ എടുത്തു തന്നല്ലേ പറഞ്ഞേ? അതെ. എന്നിട്ട് അവളോടൊരു ചോദ്യം ചോദിച്ചു, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്മയെന്ന്. പണ്ട് അവൾ എന്നോട് ചോദിക്കുന്ന പോലെ തന്നെ. ആ ശബ്ദം കേട്ടപ്പോ എന്റെ നെഞ്ചെന്ന് പിടഞ്ഞു പോയി. അപ്പോഴേക്കും അവളങ്ങ് തിരിഞ്ഞു പോയി കളഞ്ഞു. ബൈക്ക് തട്ടി റോഡിൽ വീണതിന്റെ ഷോക്കില് അമ്മയ്ക്ക് അങ്ങനെ തോന്നിയതാ.
അല്ലെങ്കിൽ അത്ര അടുത്ത് വന്ന അമ്മയെ കണ്ടിട്ട് അർച്ചന എന്തിനാ അമ്മയെ തിരിച്ചറിയാത്ത പോലെയൊക്കെ പെരുമാറിയത്? ഇത്രയും നാളിന് ശേഷം കാണാതിരുന്ന അമ്മയെ കാണുമ്പോ സാധാരണ ഒരു മകൾ എന്താ ചെയ്യണ്ടേ? ആദ്യത്തെ എക്സൈറ്റ്മെന്റിൽ തന്നെ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും. ഞാനാണെങ്കി ആദ്യം നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ഇതുവരെ ആരെയും കാണാൻ പറ്റാതിരുന്നതിന് മാപ്പ് ചോദിക്കും. ഇതൊക്കെയാ സംഭവിക്കേണ്ടത്. ഇവിടെ അർച്ചന അമ്മയെ കണ്ടിട്ട് അങ്ങനെ വല്ലത് സംഭവിച്ചോ? ഇല്ല. ഇനി അമ്മ കണ്ടത് യഥാർത്ഥത്തിൽ അർച്ചനേട്ടത്തി തന്നെ ആയിരുന്നെങ്കിൽ അമ്മയ്ക്ക് കണ്ണാടി ഇല്ലാഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ ആളെ തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ അർച്ചനേട്ടത്തിക്ക് അമ്മയെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? എന്താ അനുപേട്ട, ശബ്ദത്തിനൊരു തളർച്ച പോലെ? ഏയ് ഒന്നുമില്ല. അനുപേട്ട ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല. എന്താ അനുപേട്ട ഇത്? രാവിലെ വൈകിയെന്നും പറഞ്ഞ് ഇവിടെ നിന്നൊന്നും കഴിക്കാതല്ലേ പോയത്? അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ സമയത്തിന് വല്ലതും കഴിക്കണോന്ന്. ഇതിനിടയ്ക്ക് ക്യാൻറ്റീനിന്ന് കഴിച്ചൂടായിരുന്നോ? നീ ഫോൺ വയ്ക്ക്, ഞാൻ പിന്നെ വിളിക്കാം. കുറച്ച് അത്യാവശ്യ ജോലിയില്ല ഞാൻ. അല്ലെങ്കിലും അനുപേട്ടൻ ഇങ്ങനെയാ. ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. ജോലി ജോലി ജോലി. ഇങ്ങനെയുണ്ടൊരു മനുഷ്യൻ.